ഹലോ! വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ശനിയാഴ്ചയായിട്ട് എന്നെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ വന്ന് എടുത്തിട്ട് ഞങ്ങൾ കൊല്ലത്തേക്ക് പോവുകയാണ്. ആശ്രാമത്ത് മറ്റേ ഫെസ്റ്റ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒന്ന് കയറണം. പിന്നെ ഓണമായിട്ട് ചേച്ചീടെ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച രാവിലെ തിരിച്ച് വരണമെന്ന് വിചാരിച്ച് പോവുകയാണ്. ഉച്ചയ്ക്ക് നമുക്കിവിടെ തിരിച്ച് വരേണ്ട ആവശ്യമുണ്ട്. റെസിഡൻസിൻ്റെ കുറച്ച് എന്താ ഓണാഘോഷവും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് എത്തണം. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് കുഞ്ഞമ്മേരുടെ പോകണം. അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ട് രാവിലെ അവിടെ തിരിക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ പോകണം. അപ്പോൾ നമ്മൾ തീരദേശ വഴിയാണ് പോയത് കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കുന്നത് നമ്മുടെ വർക്കല തീരദേശ വഴി പോകുന്നത്. പക്ഷേ റോഡ് കുറച്ച് ദൂരം, വളരെ കുറച്ച് ദൂരം മാത്രം ഇച്ചിരി ഇതായിട്ട് കിടക്കുകയാണ്, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. എന്നാലും പ്രശ്നമില്ല. നല്ല വണ്ടി ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ കയാക്കിങ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇപ്പം ഞാനൊക്കെ ഇവിടെ പോയിട്ട് കുറേ നാളായി. കാപ്പിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്ത രീതിയിൽ മാറിക്കഴിഞ്ഞാൽ തിരക്കൊന്നുമില്ല, കടലിലൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. വർക്കലയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കടലിലോട്ടൊന്നും ഇറക്കുന്നില്ല, തിരയിൽ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ തീരദേശം വഴി തന്നെയാണ് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുക. 1 മണിക്കൂറൊക്കെ ഏകദേശം എടുത്തോളൂ ആശ്രാമത്തെത്താനായിട്ട്. മറ്റേ നമ്മൾ നോർമൽ അതുവഴി പോവുകയാണെങ്കിൽ, മെയിൻ റോഡ് വഴി പോവുകയാണെങ്കിൽ 1 മണിക്കൂർ കൂടുതലൊക്കെ എടുക്കും. തിരക്കും കാര്യങ്ങളൊന്നുമില്ല. റോഡ് കുറേ ദൂരം കണ്ടു തീർക്കും. നല്ല റോഡില്ല. പക്ഷേ 2 സൈഡ്, ഒരു സൈഡിൽ കടൽ, ഒരു സൈഡിൽ കായൽ, നല്ല മനോഹരമായ കാഴ്ചയാണ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോയതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ആശ്രാമത്തെത്തിയിരിക്കുകയാണ്. ഒരു 6 മണിയോടെ, 5 മണിക്ക് ഞങ്ങൾ ഇറങ്ങി 6 മണിയോടെ എത്തി. കണ്ടോ അവിടുത്തെ തിരക്ക് കണ്ടോ? കുറേ ഫെസ്റ്റ് ഉണ്ട്. പക്ഷേ അതിൽ ഒന്നിലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. കാരണം ഒന്ന് കയറി ഇറങ്ങിയാൽ തന്നെ മണി 9:30 മണിയായി. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് 150 രൂപയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ എൻട്രി. നമുക്ക് അന്നൊരു ഫിഷിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതേ ഇതിനൊക്കെ തന്നെ ഇപ്പോഴും ഇച്ചിരി വെറൈറ്റി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷികളൊക്കെ ഉണ്ടോ ഇങ്ങനെ പുറത്തിങ്ങനെ നമ്മുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പറന്ന് പറന്ന് നടക്കുന്ന ഒരു ഇതാണ് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ. അപ്പോൾ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസാണ്. പിന്നെ അത് കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോൾ അതാ ഒരു അത്ഭുതകരമായ ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ പട്ടീനെ കണക്കത്തെ റോബോട്ടാണ്. അപ്പോൾ അത് ആൾക്കാരുടെ ഇടയിലൂടെ ഒക്കെ ചാടി ചെല്ലുന്നുണ്ട്. അപ്പം കൺട്രോൾ ചെയ്യാൻ ആളവിടെ ഇരിപ്പുണ്ട്. പക്ഷേ പെട്ടെന്ന് നമുക്ക് അത് വരുമ്പോഴത്തേക്ക് പേടിച്ചിട്ട് എല്ലാവരും പുറത്തോട്ടൊക്കെ മാറുന്നുണ്ട്. ഞാൻ പറയാം നമ്മളെ ലിയോനെ മാറ്റിയിട്ട് ഇവരെ അയക്കിയാലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു ഉപയോഗമുള്ള രീതിയിലൊക്കെ കിട്ടും. കാരണം ആൾക്കാരുടെ ഒരു ചാടി വരുവാണ്ട് അവർക്ക് കണ്ട പേടിച്ചിരിക്കുക, കയ്യൊക്കെ ഓർത്തിക്കുക ആൾക്കാരൊക്കെ. ധ്യാനൂസിന് പേടിയൊക്കെ ഉണ്ട്. എന്നാൽ മുഖത്തെ പേടി കാണിക്കാൻ നിൽക്കുകയാണ് ധ്യാനൂസ്. അപ്പോൾ അച്ഛനും മോനും അവിടെ നിൽക്കുകയാണ്. ഞാൻ ഓപ്പോസിറ്റ് സൈഡ് നിന്നിട്ട് അവൻ്റെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ നിൽക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ചാടി നിൽക്കുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, ഓടി ആൾക്കാരുടെ ഇടയിലോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും പേടിച്ചു പോകും. റോബോട്ട് ആണെങ്കിൽ കൂടി എല്ലാവർക്കും പെട്ടെന്ന് ഇടയ്ക്ക് ചാടി വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് പേടിച്ചു പോകും കേട്ടോ. ഒരാളവിടെ നിന്ന് കൺട്രോൾ ചെയ്യുന്നതാണ്. എന്തായാലും ഡാൻസ് കളിക്കുന്നുണ്ട്, പിന്നെ നല്ല സ്പീഡിൽ ഓടുന്നുണ്ട്. പിന്നെ ഇനിയുള്ള വരും കാലങ്ങളിൽ ഇവരുടെയൊക്കെ കാലമായിരിക്കും. ഞങ്ങളുടെ മനുഷ്യൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. റോബോട്ട് തന്നെയാണ് ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലതെന്ന് തോന്നുന്നില്ല. കാരണം പല സൈസിലുള്ള റോബോട്ടുകളുണ്ടായിരുന്നു, പ്രദർശനം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വേറെ വെച്ച് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അവരുടെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്, വരും കാലങ്ങൾ റോബോട്ടുകളായിരിക്കും ഇവിടുത്തെ നാട്ടിലേക്ക്, നമ്മുടെ എന്താ ലോകത്ത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഫിസ്റ്റിൻ്റെ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒരാൾ മറ്റേ ടാങ്കിനകത്തൂടെ പോകുന്നുണ്ട് കേട്ടോ. കേട്ടോ അതിനകത്ത് ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും വന്ന് ഹായ് ഒക്കെ ധ്യാനത്തിന് വന്ന് ഹായ് ഒക്കെ കൊടുത്ത് ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുത്തിട്ട് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മത്സ്യകന്യകമാർ, 2 മത്സ്യകന്യകമാർ കിടന്ന് വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അതില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കൊള്ളായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ നല്ല തിരക്കുണ്ടായിരുന്നു. ഓരോ സെക്ഷനിൽ ആൾക്കാരിങ്ങനെ ഇതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ആൾക്കാരെ കയറ്റി വിടുന്നുള്ളൂ. പിന്നെ മൊത്തത്തിൽ എല്ലാം കഴിഞ്ഞ കണക്കത്തെ കുറേ ഫിഷുകളും കാര്യങ്ങളും, വെറൈറ്റി ഓഫ് ഫിഷസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഒരു സൈഡിൽ നിന്ന് ആൾക്കാരിങ്ങനെ മാറത്തില്ല. അതുകൊണ്ട് ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഞാൻ നടന്നിങ്ങോട്ട് മാറി നിൽക്കും, ഇവർ നടന്നു വരും, അങ്ങനെ അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്തത്. നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടേക്ക്. ആൾക്കാർ ഇങ്ങനെ അത് കണ്ട് ഫോട്ടോ വീഡിയോ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ തളർന്ന് മാറി നിൽക്കും. അപ്പോൾ ബാക്കി നിഷാട്ടിന് എടുത്ത് തന്നു കുറേ വീഡിയോസൊക്കെ. അപ്പോൾ വീഡിയോസ് എല്ലാ ആൾക്കാർ ഇങ്ങനെയൊക്കെ മെനക്കെട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ചൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഓടി ചെന്ന് കാണുക. കൊള്ളാം, 150 രൂപയ്ക്ക് കയറി കഴിഞ്ഞാൽ വർത്താണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് സർക്കസ്, അങ്ങനെ 2-3 സ്റ്റേഡിയങ്ങൾ വേറെ വേറെ ഉണ്ട് കേട്ടോ. അവിടെ ഒന്നും കയറിയിട്ടില്ല. ഇത് ഒരു സ്ഥലത്ത് അത്രയും ഞങ്ങൾ കയറിയുള്ളൂ. അപ്പോൾ തന്നെ സമയം ഒരുപാട് പോയി. 22-ാം തീയതി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ മാസം. പക്ഷേ അത് കാരണം അത് ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാസത്തേക്ക് മിക്കവാറും നീട്ടുമായിരിക്കും. അതുകൊണ്ട് ഇനിയും പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോവുക. കുട്ടികളെയും കൊണ്ടൊക്കെ ഒരു വെക്കേഷന് പോകാൻ പറ്റത്തിലൊക്കെ ശനി ഞായറും കൂടെ കണക്കാക്കി പോവുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കാരണം അവർക്കൊരു സന്തോഷമല്ലേ ഇതൊക്കെ. ഡൈനോസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മീനിനെയൊക്കെ. അവനിങ്ങനെ ക്യൂരിയോസിറ്റിയോടി നോക്കിക്കൊണ്ട് നിൽക്കും വീഡിയോസൊക്കെ എടുക്കാനായിട്ടും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. അല്ലാതെ നേരിട്ട് കാണാൻ, അടുത്ത് കാണാൻ പറ്റിയില്ലട്ടോ. വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. വലിയ മീനെ കണ്ട് ഞാൻ തൊട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ വർഷം ഓണത്തിന് വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നാലും ഇവിടെ ആശ്രമത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ കനകക്കുന്ന് കൊട്ടാരത്തിൽ അവിടെയും ഉണ്ട് ഇതിന്റെ ഇത് ഫെസ്റ്റും കാര്യം നടക്കുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെയും ഇവിടെയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെയാണ് ബെറ്റർ എന്ന് കണ്ടത്. അങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ പോകാന്ന് വെച്ചാൽ പിന്നെ ചേച്ചിയുടെ വീട്ടിലും കയറാമല്ലോ. അപ്പം രണ്ടും കൂടെ കണക്കാക്കി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഒറ്റ യാത്രയിൽ രണ്ട് കാര്യങ്ങൾ നടക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഇറങ്ങിയത്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ മീനുകൾ കണ്ടോ. എല്ലാം ഓട്ടിച്ച് കാണിക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ സ്പീഡപ്പ് ആക്കിയിട്ടേക്കാണ്, അല്ലെങ്കിൽ വീഡിയോസ് ലോങ് ആവും, എല്ലാവർക്കും ബോറടിക്കും. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് നിൽക്കുമ്പോൾ സമയത്തേക്ക് ചെറിയ വീഡിയോസ് ഒക്കെ ഇട്ട് തന്നെയാണ് ചേട്ടൻ. കഴിഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ എന്നെ നമ്മുടെ ടോപ്പ് അപ്പിലൂടെ തലയ്ക്ക് മീതി കണ്ട മീനുകളിലൊക്കെ ഇങ്ങനെ പോകുന്ന സംഭവം ഉണ്ടായിരുന്നു. ആ കുറേ ദൂരം ഉണ്ട്, കുറേ ദൂരം നടന്നങ്ങ് എത്തുമ്പോഴത്തേക്ക് പിന്നെ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പോകാൻ താല്പര്യമുള്ളവര് വൈകുന്നേരവും ഉച്ചയ്ക്കൊന്നും പോകരുത്, രാവിലെ ഇറങ്ങണം. രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി എല്ലാ മൂന്നും നാലും ഇത് രണ്ട് മൂന്നെണ്ണം മൂന്നാലോ നാലോ ഉണ്ട് ഒരു ഇത്. പിന്നെ വൈകുന്നേരത്തേക്ക് കുട്ടിക്ക് വെളിയിലുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം രാവിലെ തന്നെ ഇതിനകത്ത് കയറി വെയിലൊന്നും ഇല്ലാതെ അകത്തൂടെ കയറി പോകുന്ന സംഭവമില്ല. ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ സമയം ചിലവഴിക്കാൻ വേണ്ടി ഉണ്ട്. ഞങ്ങളെല്ലാം ഓടിച്ചു പോയെന്നേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾക്ക് 6 മണിക്ക് കയറി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 9:30 മണിയായി അതിനകത്തുനിന്ന്. ഇതിനകത്ത് ഇറങ്ങിയപ്പോൾ തന്നെ 9:30 ആയി. എനിക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള മിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾ കയറിയിട്ടില്ല. കണ്ടതെന്തോ വലിയ എന്തോ മീനാണ് കേട്ടോ. എന്ത് മീനാണെന്നൊന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് ഇവർ വീഡിയോ എടുത്ത് നല്ല നീളമൊക്കെ ഉള്ള മീനാണ് കേട്ടോ. എന്തൊക്കെയോ വെറൈറ്റി മീനുകളും ഞണ്ടുകളും എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങളുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാളും ഉണ്ട് സാധനങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക. നല്ല 150 കൊടുക്കുന്നത് നമുക്ക് നല്ല വർത്താണ് കേട്ടോ. കുട്ടികൾക്കായാലും ഞങ്ങൾക്കായാലും കണ്ട് സമയം പോകാനായിട്ടൊക്കെ ഉണ്ട്. പിന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ക്യാഷൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരു ദിവസം ഫുൾ എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. ഞാനപ്പോൾ സൈഡിൽ മാറി നിന്നു, കാരണം ഭയങ്കര തിരക്ക്. ആൾക്കാരിങ്ങനെ ഇടിച്ചിടിച്ച് പോവുകയാണ്. അപ്പം ഒരു സൈഡിലോട്ട് മാറി നിന്നു. തിരക്കൊന്നും മാറുമ്പോൾ നടന്ന് പോകും. നല്ല ഭംഗിയുള്ള മീനായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, മുഷിയുടെ ഒരു ടൈപ്പാണ്, പക്ഷെ വലുതായിട്ട് നല്ല നീളമുണ്ട്, കനവും ഒക്കെ ഉണ്ട്. ഞങ്ങൾ വീഡിയോയിൽ തന്നെ ഇത്രയും വലുതാണെങ്കിൽ നേരിട്ട് കാണാൻ നല്ല വലുത്. ഇതൊരു വെറൈറ്റിയാണ്, ആൾക്കാരെ പറ്റിക്കല. വെറൈറ്റിയാണ്, ആൾക്കാരെ പറ്റി. ഇതെല്ലാവരും തെറ്റിദ്ധരിക്കും കണ്ടോ. ഒരു പൂച്ച ഫിഷ് ടാങ്കിനകത്തിരിക്കുന്നുണ്ട്, പക്ഷെ പൂച്ച ഫിഷ് ടാങ്കിനകത്തല്ല, ഇടയ്ക്കൊരു സെപ്പറേഷൻ വരുന്നുണ്ട്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ ഫിഷ് ടാങ്കിനകത്തിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ പുറത്തൂടെ ഈച്ച പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കണ്ടുപിടിച്ചത് ഇതിനകത്ത് ഇടയ്ക്കുണ്ട്. പിന്നെ ധ്യാനത്തിന് വേറെ റൈഡുകളും കാര്യങ്ങളൊന്നും കയറാൻ വേറെയൊക്കെ ഭയങ്കര പേടിയൊക്കെയാണ്. അങ്ങനെ പിന്നെ ഇതിനകത്ത് കയറ്റി. ഇത് ഒറ്റയ്ക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട, ഞാനിവിടെ ഇരിക്കാമെന്ന് വെച്ചിട്ട് ഞാനിവിടെ കയറി ഇരുത്തിയാണ്. ഞാൻ വീഡിയോ എടുത്ത് ഇടയ്ക്ക് ചേട്ടൻ വെളിയിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതൊരു ഒരാൾക്ക് 80 രൂപയാണെന്ന് തോന്നുന്നു. 80 രൂപ. അത് നിർത്തുന്നില്ല കേട്ടോ, കുറേ തവണയായി. ഒരു 10-12 പ്രാവശ്യമെങ്കിലും പോയി കാണും. പിന്നെ അകത്ത് കുറേ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് കമ്മലും കാര്യങ്ങളൊക്കെ വീഡിയോസ് പോയതുള്ളൂ. പാമ്പിനെയൊക്കെ എടുത്ത് കൈ വെച്ച് ഫോട്ടോ എടുക്കാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ ഏരിയയിലാണ് ഇഷ്ടം പോലെ ആൾക്കാർ. നമ്മൾ ഫുഡ് ഏരിയ. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരുന്നു. ഐസ്ക്രീം കഴിച്ചു. പിന്നെ എന്തൊക്കെയോ അവന് പൊട്ടറ്റോയുടെ സംഭവം അങ്ങനെ കുറച്ച് എന്തൊക്കെയോ കഴിച്ചിട്ട് പിന്നെ അവസാനം ഞങ്ങൾ കണ്ടെത്തിയിട്ടവരെ കല്ലമ്പലത്ത് പോവാണോ? കൈലാസ് നമ്മൾ കല്ലമ്പലത്ത് കൊണ്ടുപോവുകയാണ് ഗൈസ്. തന്നെ ഇവനെന്തിന് നമ്മളെ വണ്ടി കയറിയത്? നമ്മളെ കല്ലമ്പലത്ത് പോവേടാ. ഈ കൈലാസിനെ അമ്മയെ കളഞ്ഞിട്ട് പോയി. നമ്മളെ കല്ലമ്പലത്താണ്. നമ്മളെ ഈ വണ്ടി കല്ലമ്പലത്തെ നിർത്തോളൂ ഇനി. പിന്നെ ഞങ്ങൾ ഇറങ്ങി ക്ലബ്ബിൽ നിന്ന് ഇവരെയും കൂടെ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരെ പോവാണ്. അപ്പോൾ അളിയനും ചേച്ചി ഫ്രണ്ട് അത് പോകുന്നുണ്ട്. കൈലാസ് ധ്യാനനെ കൊണ്ട് കയറിയാണ്, നിങ്ങൾ കല്ലമ്പലത്തിൽ നിർത്തോളൂ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഫോട്ടോ ഉണ്ട് കൈലാസേ ടാബില്. നിക്കറില്ലാത്ത ഫോട്ടോ കണ്ടോ? നമുക്ക് പോവാം, തിരിച്ച് വീട്ടിൽ പോവാം. ധ്യാനു വീട്ടിൽ പോവാം. നമ്മള് വീട്ടിൽ എത്താൻ കൈലാസ് ധ്യാനം കളിക്കാനൊന്നും കൊടുക്കൂല. നിങ്ങളുടെ അടി കൂടുത്തി കഴിയുമ്പോൾ വഴക്കൂടും, പിണങ്ങും ഇല്ലേ? നമ്മൾ മേളയിലൊക്കെ ഇറങ്ങിയിട്ട് വന്ന മണി 10 ആയി. അല്ല 9:30 അല്ലേ? 9:30 ആയി. അപ്പം ഹലോ ഗായ്സ് ആര് പറഞ്ഞത് ഗൈസ്? ആ ഒരു ബാക്ക് സെറ്റായി. ഹലോ ഗായ്സ് പറ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനത്തെ ആ ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. 11 മണി കണ്ടായി ഞങ്ങൾ എത്തിയപ്പോൾ. പിന്നെ ഉമ്മാർ രാത്രിത്തെ കളിയും ബഹളവും എല്ലാം കഴിഞ്ഞ് കിടന്ന 1 മണി കണ്ടായി. ഉമ്മാർക്ക് പിന്നെ ഇരുന്നിരുന്ന് കണ്ടതായതുകൊണ്ട് രണ്ടുപേർക്കും ഉറക്കുക. രണ്ടുപേരും കളിയും ബഹളം. പിന്നെ രാവിലെ എണീറ്റ് വീണ്ടും കളി. ഞങ്ങൾക്ക് രാവിലെ എണീറ്റ് പോകുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ വെച്ച് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. രണ്ടും കൂടെ പിന്നെ അങ്ങ് കളിപ്പോയി. കണ്ടോ, ഇങ്ങനെ ബഹളമായിരുന്നു. അതാണ് ഞാൻ വോയിസ് ഇടാന്ന് വിചാരിച്ചത്. രണ്ടും കൂടി ഇരുട്ടത്ത് ലൈറ്റൊക്കെ വെച്ച് എന്തൊക്കെയോ പറഞ്ഞ് കളിക്കുന്നുണ്ട്. അത് എനിക്ക് രാവിലെ ഉറക്കം വെച്ചിട്ട് വീണ്ടും തുടങ്ങി. അപ്പം
രാത്രിത്തിന്റെ ബാക്കി രാവിലെ ആയിരുന്നു ബാക്കി കലാപരിപാടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് കൈലാസ് സൈലന്റ് ആയി നമ്മൾ ഇറങ്ങുന്നത് പെട്ടെന്ന് ഇറങ്ങിയത് കൊണ്ടൊരു സൈലന്റ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് 11 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. എന്നിട്ട് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.